ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 2025 മെയ് മാസം 6-ാം തീയതി. ജാതിക്ക മരത്തിൽ നിന്നും നമുക്ക് തനിയെ എങ്ങനെ പറിച്ചെടുത്ത് പൊട്ടിച്ച് ഫ്ലവർ എടുത്ത് ഉണങ്ങി സൂക്ഷിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. ജാതിക്ക 4 ഘട്ടമായിട്ടാണ് നമുക്ക് ഉണങ്ങിയെടുക്കേണ്ടത്. ആദ്യമായിട്ട് അതിനെ പറിക്കണം. പറിക്കുന്ന കൂട്ടത്തിൽ അത് പ്രൂൺ ചെയ്യുകയും ചെയ്യാം. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയിൽ അനാവശ്യമായിട്ടുണ്ടായിരിക്കുന്ന ഇതുപോലെയുള്ള ശേഖരങ്ങളുണ്ട്. അത് ചിലത് മുളകൾ മുകളിലേക്ക് വരും. അത് സമയത്ത് ഒടിച്ച് മാറ്റേണ്ടതാണ്. അല്പം കാലതാമസം വന്നതിനാൽ വളർന്നു പോയിരുന്നു. എങ്കിലും ഞാനത് ഈ സമയത്ത് ഒടിച്ചു മാറ്റുകയുണ്ടായി. ജാതിക്ക പറിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്, നമുക്ക് വിരിഞ്ഞ കായ്കൾ നേരിട്ട് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരുപോലെ മൂത്ത കായ്കൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ മൂപ്പ് കുറഞ്ഞ കായ്കൾ പറിച്ചാൽ അതിൻ്റെ പത്രിക്ക് തൂക്കമില്ലാകുകയും പിന്നെ അതിന് വിലയും കുറഞ്ഞു പോകും. കുറച്ച് കായ്കൾ നമുക്ക് താഴെയുള്ളത് നിലത്ത് ഒന്ന് തോട്ടിക്കൊണ്ട് പറിക്കാം. ബാക്കിയുള്ളത് മരത്തിൽ കയറി കുലുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂപ്പ് കൂടിയത് വീഴും. അതൊരു പ്രത്യേക രീതിയിൽ കുലുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ചെറിയ മൂപ്പ് കുറഞ്ഞ ജാതിക്കായും പോകും. അങ്ങനെ കുലുക്കി നമ്മൾ താഴെ പറിക്കുകയും ചെയ്തിട്ട ജാതിക്കയെല്ലാം എൻ്റെ കുഞ്ഞുമക്കൾ ആണ് പറക്കുന്നത്. ഞാൻ അവരെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പിറക്കുവാനും പൊട്ടിക്കുവാനും അതിൻ്റെ ഫ്ലവറായിട്ട് തിരിച്ചെടുക്കുവാനും ഉണങ്ങുവാനെല്ലാം അവർക്കും കഴിവുള്ളതാകുന്നു. ജാതിയിൽ 6 അടി വരെ ജാതിയുടെ കമ്പുകളെല്ലാം വെട്ടി കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ തല നടന്നു പോകുമ്പോൾ ജാതിയുടെ ചുവട്ടിൽ മുട്ടരുത്. ഈ ജാതിമരം ഞാൻ പ്രൂൺ ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാം, തടിയുടെ നിന്നും ഏതാണ്ട് 3 അടി അകലത്തിൽ ഒരു ഇല പോലും നിങ്ങൾക്ക് കാണാനില്ല. ഇത് ഞാൻ ഘട്ടം ഘട്ടമായി പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ജാതിയാണ്. ഞാൻ ഓരോ തവണ ജാതി കയറുമ്പോഴും അതിൻ്റെ പുതിയതായിട്ടുണ്ടായ ശിഖരങ്ങൾ ഇതുപോലെ പറിച്ചു കളയും. അതുപോലെ തന്നെ ജാതിക്ക നേരത്തെ കായ്ച്ച തണ്ടുകളും മുറിച്ച് കളയും. അത് നമുക്ക് അഗ്രത്തുള്ള തണ്ടുകളിൽ കായ്കൾ ഉണ്ടായാൽ മതി. നടുക്ക് വെയിലടിക്കുകയും ധാരാളം കാറ്റ് കയറി ഇറങ്ങുകയും ചെയ്താൽ ജാതി സമ്പുഷ്ടമായിട്ട് കായ്ക്കുന്നതാണ്. ജാതിയൊക്കെ ധാരാളം ശിഖരങ്ങളുള്ളതിനാൽ ജാതിയിൽ കയറുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിൻ്റെ നടുവിൽ ചവിട്ടിയാൽ അത്ര ഓടിയുകയില്ല. സാമാന്യം ബലമുള്ള കമ്പുകളാണ്. ഞാനിപ്പോൾ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, കൈകൊണ്ട് ഒരു 3.5 അടി 4 അടി അകലം വരെയുള്ള ചെറിയ കമ്പുകളെല്ലാം കുറച്ച് താഴെ ഇട്ടു. മുകളിൽ കയറിയാൽ നീളം കുറഞ്ഞ ചെറിയ തോട്ടിയെ ഉപയോഗിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് 4 വശത്തേക്കും കറക്കി പറിക്കേണ്ടതുള്ളതിനാൽ നീളം കൂടുതലുള്ള തോട്ടി മുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. താഴെ നിന്ന് നമുക്ക് വലിയ തോട്ടി കൊണ്ട് ഏതാണ്ട് 15 അടി 20 അടി വരെയുള്ള ജാതിക്ക പറിക്കാവുന്നതാണ്. അതുപോലെ ജാതി കയറുമ്പോൾ അതിൽ വീണ് കിടക്കുന്ന മറ്റ് ഇലകൾ, പാള മുതലായവ എടുത്ത് കളയേണ്ടതാണ്. വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ജാതിയുടെ 1 അടി വരെ ദൂരെ ചവിട്ടി ഇറങ്ങാവുന്നതാണ്. ജാതിയുടെ കമ്പുകൾക്ക് ബലമുണ്ട്. ചെറിയൊരു ഏണി ചാരിയാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. അതേ പ്രകാരം തന്നെ താഴേക്കും. ഞാൻ താഴെ എത്തിക്കഴിഞ്ഞ് ഉടനെ കുട്ടികൾ
വീണ ജാതിക്ക എല്ലാം ഓടി നടന്ന് ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു വല്ലത്തിലോ അവർ കളക്ട് ചെയ്യുകയാണ്. സാധാരണഗതിയിൽ കൂടുതലുണ്ടെങ്കിൽ കൊട്ടയിലാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ ജാതിക്കായും വീണത് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂപ്പത്തെ ജാതിക്കായ്ക്ക് ഈ കാണുന്ന പോലെ ഒരു ചെറിയ ഒരു കുഴി കാണാം. അങ്ങനെ കുഴി തെളിഞ്ഞ ജാതിക്ക മൂത്തതായിരിക്കും. കുഴി ഇല്ലാത്ത ജാതിക്ക മൂത്തത് ആയിരിക്കില്ല. ഇങ്ങനെയാണ് മൂപ്പ് തിരിച്ചറിയുന്നത്. ഇത് നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ്. സ്ഥിരമായിട്ട് പറിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി തന്നെ മൂത്ത ജാതിക്ക പെറുക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ജാതിക്ക പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ജാതിപത്രിക്കും കുരുവിനും കേടില്ലാതെ വേണം പൊട്ടിക്കാൻ. അപ്പോൾ സാമാന്യം മൂർച്ചയുള്ള ഒരു നല്ല കത്തി എടുത്തിട്ട് ഇതിനെ നടുവേ പൊളക്കുക. പൊളന്നു കഴിഞ്ഞ് ചിലപ്പോൾ ജാതിക്ക നമ്മൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഊരി കിട്ടും. ഇല്ലെങ്കിൽ ആ കത്തിയുടെ ചുണ്ടുകൊണ്ട് ജാതിത്തൊണ്ടിൽ അമർത്തി കുത്തിയാൽ ജാതിക്ക കേടില്ലാതെ കുത്തി നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ജാതിപത്രിക്ക് കേട് വരാതെ നോക്കേണ്ടതാണ്. ഒന്നാം ഘട്ടം നമ്മൾ പറിച്ചു. ഇനി രണ്ടാം ഘട്ടമാണ് ഇത് പൊട്ടിക്കുന്നത്. അത് നമുക്ക് ഒരു കസേരയിലിരുന്ന് വീടിന് ഉള്ളിലേക്കോ, ഞാൻ എൻ്റെ സ്റ്റോറിൻ്റെ ചെണ്ണയുണ്ട്, ആ സ്റ്റോറ് ചെണ്ണയിലിരുന്നാണ് പൊട്ടിക്കുന്നത്. ഇതിങ്ങനെ കൈകൊണ്ട് വൃത്തിയാൽ ഇങ്ങനെ ചാടി വരുന്നതാണ്. അല്ലാത്തത് നമ്മൾ കത്തി കൊണ്ട് ഒരു ചെറിയ കുത്ത് സൈഡിൽ കൊടുത്ത് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. ജാതിക്ക ഫ്രഷായിട്ട് കിട്ടുന്നത് നമുക്ക് വൈനിടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാം ഘട്ടം അതിൻ്റെ ഫ്ലവർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജാതിപത്രി ഫ്ലവറായി തന്നെ എടുത്താൽ വില കൂടുതൽ കിട്ടും. ജാതിപത്രി കീറിപ്പോയി കഴിഞ്ഞാൽ വില 300 രൂപ കിലോയാൽ കുറയും. അതിനാൽ ഫ്ലവറാക്കി എടുക്കുന്നതിന് ഒരു പ്രത്യേക തന്ത്രമുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജാതിക്ക പറിച്ച് ഉടനെ അവനെ ഒരു ബക്കറ്റ് എടുത്ത് അതിലോട്ട് വെള്ളം ഒഴിച്ച് അതിൽ ഒരു 2 മണിക്കൂർ മുക്കിയിടുക. മുക്കിയിട്ട് കഴിയുമ്പോൾ ഈ ജാതിപത്രി അല്പം വെള്ളം കുടിച്ച് വികസിക്കും. അതുകൂടാതെ അതിൻ്റെ അഗ്രങ്ങളിലുള്ള ഗ്രിപ്പ് കുതിർന്നു കഴിയുമ്പോൾ അത് ചാടിപ്പോരാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ആ ജാതിപത്രിയിൽ ചെറിയൊരു പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ കുരു സെപ്പറേറ്റ് ആയിട്ട് ഊരി വരും. കുഞ്ഞു പിള്ളേർക്ക് വരെ ഇത് ഊരി എടുക്കുവാൻ സാധിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ ഇവനെ ഊരി എടുക്കാൻ സാധിക്കും. അങ്ങനെ കിട്ടുന്ന ജാതിപത്രിയുടെ പൂവ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ പൂവ് ജാതിക്കായും സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ അടുത്ത ദൗത്യം ഇവനെ ഉണങ്ങിയെടുക്കുക എന്നുള്ളതാണ്. വെയിലുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 4 മണിക്കൂർ വെയിലത്ത് വെച്ചാൽ ജാതിപത്രി ഉണങ്ങി കിട്ടുന്നതാണ്. ജാതിക്കായ്ക്ക് 5-6 ദിവസത്തെ വെയിലുണ്ടെങ്കിൽ ഉണക്കുള്ളൂ. ഞാൻ സാധാരണ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ പടുതയിലോ ഇട്ടാണ് ജാതിക്ക ഉണങ്ങിയെടുക്കുന്നത്. പത്രത്തിലിട്ടാൽ ആ പത്രം ഇതിൻ്റെ വെള്ളം കുടിക്കുകയും ഉണക്ക് പെട്ടെന്ന് ജാതിപത്രി ഉണങ്ങുന്നതനുസരിച്ച് അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. ഈ കളറാകുമ്പോഴത്തേനും ജാതിപത്രി ഉണങ്ങി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒരു കിലുകില സൗണ്ട് കേൾക്കുന്നതാണ്. ഇത് നല്ല പ്ലാസ്റ്റിക് കൂടിൽ വായു കിടക്കാത്ത രീതിയിൽ അടച്ചു വെച്ചാൽ മാസങ്ങളോളം കേടാകാതിരിക്കും. ജാതിപത്രി ഓരോ ഉണങ്ങുന്ന സ്റ്റേജുകളാണ്. ഡിഷുകളിൽ ഉണങ്ങിയാലും പെട്ടെന്ന് ഉണങ്ങി കളറാകുമ്പോഴത്തേനും 100% ഉണങ്ങിയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂഞ്ഞാർ കുര്യൻ.